ഇന്ന് കുറച്ച് 10 മണിച്ചെടികളൊക്കെ കാണിച്ചു തരാം. 10 മണിച്ചെടികളിൽ എങ്ങനെയാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാകുവാനുള്ളൊരു ഐഡിയ ഒക്കെ പറഞ്ഞുതരാം. എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്കായാണ് കൂടുതൽ പൂക്കൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നമുക്ക് ഇതുപോലെ തിങ്ങി പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതെല്ലാം. മിക്സ് ചെയ്ത് നടുകയാണ് കുറച്ചും കൂടെ കാണാനൊരു ഭംഗി. ചെടി പല പല പൂക്കൾ നിർത്തുന്നതാണ് ഭംഗി കൂടുതൽ. ഇതിലെല്ലാം തന്നെ ഒരു കളറൊക്കെ ഉള്ളൂ, ഒരേ കളറാണ്. മിക്സ് ചെയ്ത് നട്ടേക്കുന്നത് പൂക്കൾ കഴിഞ്ഞു. അപ്പം ഇതുപോലെ ചട്ടിക്കകത്തൊക്കെ നടുവാണെങ്കിൽ നല്ല അടിപൊളി ബോൺസായി പോലെ ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും നമുക്ക്. ചെടി നിറച്ച് പൂക്കളുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ ഇതുപോലെ നിറച്ച് പൂക്കളാക്കിയെടുക്കുന്നുള്ള പരിപാടികളാണ് ഇനിയിപ്പോൾ നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പം ഞാൻ അതിന് വേറൊരു ചെടി കാണിച്ചു തരാം. ഇതിപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പൂത്തൊരു ചെടിയായിരുന്നു. അപ്പം എന്നാലും ഇതിന് അങ്ങ് തിങ്ങി പൂക്കളായിട്ടില്ല. അപ്പോൾ നമ്മളിതിൻ്റെ പുതിയ പൂക്കൾ നോക്കുന്നില്ല, എല്ലാത്തിൻ്റെയും കൂമ്പ് നുള്ളിക്കളയണം പൂക്കളുള്ള സ്ഥലം. അപ്പോൾ പുതിയ പുതിയ ശിഖരങ്ങളുണ്ടാവും. അപ്പോൾ നിറച്ച് പൂക്കളാവും. ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ നിറയെ അത് വീണ്ടും പുതിയ പൂക്കളിലേക്ക് ഇഷ്ടം പടി പൂക്കളുണ്ടാകാൻ പറ്റുന്നുണ്ടാവും. നമ്മളിങ്ങനെ എല്ലാവരുള്ള പൂക്കളെല്ലാം നുള്ളി മാറ്റുക. ഇതിന് അധികം നിർത്തിക്കൊണ്ടിരുന്നാലും അങ്ങനെ ഒത്തിരി പൂക്കളുണ്ടാവാനുള്ള ചാൻസ് ഇല്ല. പൂക്കൾ ഒരു ട്രിപ്പം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നിന്നു പോകാൻ സാധ്യതയുണ്ട് പൂക്കളിട്ട്. അപ്പം ഇതിനെല്ലാം ഇങ്ങനെ നുള്ളി മാറ്റുക. അപ്പം സൈഡിൽ നിന്നെല്ലാം വീണ്ടും പുതിയ പുതിയ ശിഖരങ്ങൾ വരും. അപ്പോൾ അതിലെല്ലാത്തിലും മുട്ടുകളാവും. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ പൂക്കളാവും. ചെടി കാണാനും കുറച്ചുകൂടി ഭംഗിയാവും. ഈ നമ്മുടെ വെച്ചിരിക്കുന്ന ചട്ടി നിറച്ച് തിങ്ങി പടർന്നു വരുന്നതാണ്. കുറച്ച് ദിവസത്തേക്ക് ഇനി പൂക്കളില്ല. അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിക്കൊന്നും വേണ്ട. ഇങ്ങനെ കളഞ്ഞാൽ നമുക്കതിൽ നല്ലൊരു റിസൾട്ട് ഇനി കിട്ടും. ഏകദേശം ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ ചെടി ശരിക്കും അങ്ങോട്ട് പടർന്നു വരും. അപ്പം ഉള്ളവരിങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. ഇത് എല്ലാത്തിനും നുള്ളിക്കളയണം കേട്ടോ, എങ്കിലാണ് നമുക്കൊരു ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ എല്ലാം നുള്ളിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഒന്നുപോലും ഇല്ലാണ്ട് നമ്മൾ നുള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഈ രീതി ചെയ്യുവാണെങ്കിൽ കൂടുതൽ പൂക്കളുണ്ടാകുന്നതാണ്. അത്യാവശ്യം വളങ്ങെന്ന് പറഞ്ഞ് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് ഇതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ DAP സ്പ്രേ അടിച്ചു കൊടുക്കും, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് യൂറിയ അടിച്ചു കൊടുത്താലും നല്ലതാണ്. യൂറിയ സ്പ്രേ അടിച്ചു കൊടുക്കും. അപ്പം നല്ല തിങ്ങി ഇലകളും പൂക്കളൊക്കെ ആയി കിട്ടും പെട്ടെന്ന് തന്നെ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ എല്ലാത്തിൻ്റെയും കൂമ്പ് നുള്ളി കളയും. അപ്പോൾ അത് നിറച്ച് തിങ്ങി വരും. അപ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുന്നതാണ്. നിറയെ പൂക്കളാവും ഏകദേശം 2 ആഴ്ച കൊണ്ട്. ഈ ചെടികളൊക്കെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തതാണ് ഇങ്ങനെ. ഇതൊക്കെ ഒത്തിരി പൂക്കൾ വന്ന ചെടിയാട്ടോ. പൂക്കളിപ്പോൾ കുറഞ്ഞു പോയാണ് കേട്ടോ. മുട്ടകൾ ഒത്തിരി പൂക്കൾ വന്ന് പോയതാണ്. ഇപ്പോൾ ഇതൊക്കെ ഏകദേശം പൂക്കൾ തീരാറായി. ശരിക്കും ഇനിയിപ്പോൾ ഇതിനൊക്കെ പറിച്ച് മാറ്റിയിട്ട് പുതിയത് വെക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒത്തിരി പൂക്കളൊക്കെ കിട്ടും. അധികം നാൾ പ്രായമാകും തോറും പൂക്കളുണ്ടാകാനുള്ള ചാൻസ് കുറയും. പൂക്കളുടെ വലിപ്പം കുറഞ്ഞു പോവുകയാണ്. അപ്പം നിറയെ പൂക്കൾ കിട്ടണമെങ്കിൽ പുതിയതായിട്ട് വീണ്ടും വയ്ക്കുകയായിരിക്കും എപ്പോഴും നല്ലത്. ഇതിപ്പോൾ ഏകദേശം വെച്ചിട്ടൊരു 2-2.5 മാസമായ ചെടിയാണ്. ഇത് നിറച്ച് തിങ്ങി പൂവുണ്ടായിരുന്നു. പൂക്കളെല്ലാം തന്നെ പോയി തീർന്നതാണ്. അതുപോലെ ചെടി നടുമ്പോൾ മിക്സ് ചെയ്ത് കളറുകൾ നടുന്നതാണ് കാണാൻ ഭംഗി. ഒറ്റ കളർ തന്നെ ഒരു ചട്ടിയിൽ വെക്കാതെ മിക്സ് ചെയ്ത് നടുവാണെങ്കിൽ ഒത്തിരി പൂക്കൾ നമുക്ക്
ഉണ്ടാവുകയും പല കളറുകളൊക്കെ കയറി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കുന്നതാണ്. അപ്പം നിങ്ങളും ഇതുപോലെ ചെടി ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പൂക്കളുണ്ടായി കിട്ടുന്നതാണ്.